ഇതാ നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് നല്ല ബീഫ് കറിയാണ്. അപ്പോൾ എപ്പോഴും ഇറച്ചി വയ്ക്കുമ്പോൾ നമ്മൾ ബിരിയാണിയോ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി കൊള്ളി മസാല ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊള്ളി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. നല്ല പൂ പോലത്തെ കൊള്ളിയാട്ടോ. അതായത് നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ ഉണ്ടാവില്ലേ, അതിനെ ഇങ്ങനെ പറയുന്നതാണ് നല്ല പൂ പോലത്തെ കൊള്ളി എന്ന് പറയുന്നത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം ചില കൊള്ളി ഇതിനങ്ങനെ കനപ്പൊന്നും ഇല്ലാത്ത കാരണം നമ്മളിതിൻ്റെ വെള്ളമൊന്നും ഊറ്റി കളയുന്നില്ല കേട്ടോ. അപ്പോൾ കൊള്ളീനെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിൽ കടുക് താളിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 3-4 കഷ്ണം നമ്മുടെ വറ്റൽമുളകില്ലേ അതിട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആട്ടാ ഈ ഒരു കറി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഇറച്ചിക്കറി അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാകുമ്പോൾ പുള്ളി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു ഐറ്റം കറികളൊന്നും ഇല്ലെങ്കിലും തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് എരിഞ്ഞ് ചുമന്നുള്ളി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ ചുമന്നുള്ളിക്ക് പകരം സബോള വേണമെങ്കിൽ സബോളയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചുമന്നുള്ളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളി ഒന്ന് നന്നായി വാടി വരട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അതേ ഉള്ളി നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലി മൂത്ത് വന്നപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ ഒരു നുള്ള് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതാ ഇതിലേക്ക് നമ്മൾ വേവിച്ച ഉള്ളിയില്ലേ അത് വെള്ളമടക്കം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായി നമ്മൾ ഉടച്ചെടുക്കാം. അപ്പോൾ വലിയ കഷ്ണങ്ങളല്ലേ, അതൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതേ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. അതേ ഞാൻ ബീഫ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആട്ടാ. ബീഫോ ചിക്കനോ എന്തെങ്കിലും ഇറച്ചിക്കറിയോ അല്ലാന്നുണ്ടെങ്കിൽ വെച്ചാൽ മീൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ കട്ടൻ ചായയും ഇതും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നല്ല ബീഫാണ്, ബീഫും നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പറാണ്. ഉള്ളിയും നല്ല പൊള്ളിയായ കാരണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.